തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശക്തമായ കരുനീക്കങ്ങൾ നടത്തുകയാണ് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ. അതിനായി ആധുനികവൽക്കരിച്ച സൈനിക സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശമുള്ള ഒരു ആണവ അന്തർവാഹിനി നിർമ്മിക്കാനുള്ള പദ്ധതിയിലേക്കാണ് ഉത്തര കൊറിയ കടക്കുന്നത്. ഉത്തര കൊറിയയുടെ ഈ പുതിയ നീക്കം അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കിം ജോങ് ഉൻ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വ്യത്യസ്ത തന്ത്രങ്ങളുമാണ് ഉത്തര കൊറിയ ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആണവ അന്തർവാഹിനി നിർമ്മാണം അത് ഒരു പുതിയ തലത്തിലേക്ക് അവരുടെ സൈനിക പ്രതിരോധ ശ്രമങ്ങളെ ഉയർത്തുന്നതാണ്. പുതുതായി നിർമ്മിക്കുന്ന അന്തർവാഹിനി ആണവായുധ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിവുള്ളതായിരിക്കും. സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം കിം നേരിട്ട് കപ്പൽ നിർമ്മാണശാലകളിൽ സന്ദർശനം നടത്തുകയും ഈ ആണവ അന്തർവാഹിനി പദ്ധതിയെപ്പറ്റി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ നാവികശക്തി വലിയ മാറ്റങ്ങൾ വിധേയമാകുമ്പോൾ അന്തർവാഹിനികൾ, കോർവെറ്റുകൾ, പെട്രോൾ ബോട്ടുകൾ എന്നിവയുടെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഭരണകൂടം ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സോവിയറ്റ് യൂണിയന്റെ പഴയ റോമിയോ ക്ലാസ് ഡിസൈൻ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ഈ പുതിയ ആണവ അന്തർവാഹിനിക്ക് ഏകദേശം 70 മീറ്റർ നീളവും 2000 ടൺ ഭാരവും ഉണ്ടെന്ന് കരുതപ്പെടുന്നു. അതിന് ഊർജം പകരുന്നത് ഒരു ആണവ റിയാക്ടർ ആയിരിക്കും. ഇത് നിയന്ത്രണങ്ങളില്ലാത്ത ദൂരപരിധിയും നീണ്ടു നിൽക്കുന്ന പ്രവർത്തനക്ഷമതയും നൽകുന്നതാണ്. ഉപഗ്രഹ ആശയവിനിമയ സംവിധാനം, നാവിഗേഷൻ റഡാർ, ടോർപിഡോകൾ, മൈനുകൾ, മിസൈലുകൾ തുടങ്ങി വിവിധ ആയുധ സംവിധാനങ്ങളും ഈ അന്തർവാഹിനിയിൽ ഉൾപ്പെടുത്തുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ഉത്തര കൊറിയ അവരുടെ ആദ്യ തന്ത്രപരമായ ആണവ അന്തർവാഹിനി പുറത്തിറക്കിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. പുതിയ ആണവ അന്തർവാഹിനി പദ്ധതി രാജ്യത്തിന്റെ ആണവ മിസൈൽ ആക്രമണ ശേഷിയെ കൂടുതൽ അപകടകരവും ശക്തവുമാക്കും എന്നതിൽ സംശയമില്ല. ഈ നീക്കം ദക്ഷിണ കൊറിയയെയും അമേരിക്കയെയും ആശങ്കയിലാക്കി കഴിഞ്ഞു. ദക്ഷിണ കൊറിയ ഇതിനോടകം തന്നെ ഇതിനെതിരെയുള്ള അന്താരാഷ്ട്ര സഹകരണത്തിനായി ശ്രമിക്കുകയാണ്. അതേസമയം അമേരിക്കയും ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ദക്ഷിണ കൊറിയ അമേരിക്ക സംയുക്ത ഫ്രീഡം ഷീൽഡ് സൈനികാഭ്യാസം ഈ മാസം അവസാനം ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഇത്തരം സൈനികാഭ്യാസങ്ങളെ പ്രതിരോധ സ്വഭാവമുള്ളതായി വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉത്തര കൊറിയയുടെ സൈനികാഭ്യാസ പ്രകടനം അധിനിവേശത്തിനുള്ള റിഹേഴ്സലുകളാണെന്നും അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട്. നയതന്ത്ര ശ്രമങ്ങൾ പലതവണ നടന്നുവെങ്കിലും അവയ്ക്കൊന്നും ഈ രീതിയിലുള്ള അവരുടെ സൈനിക മുന്നേറ്റങ്ങളെ തടയാൻ കഴിഞ്ഞിട്ടില്ല. കിം ജോങ് ഉന്റെ പുതിയ നീക്കങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ തീവ്രത വർദ്ധിപ്പിക്കുകയും പുതിയ പ്രതിരോധ തന്ത്രങ്ങൾക്ക് വാതിൽ തുറക്കുകയും ചെയ്യുന്നുവെന്നത് സംശയമില്ല. ഈ ആണവ അന്തർവാഹിനി നിർമ്മാണം സമാധാനത്തിനേക്കാൾ സംഘർഷത്തിനാണ് വഴിയൊരുക്കുന്നതെന്ന് ലോക നേതാക്കളും പ്രതിരോധ വിദഗ്ധരും നിരീക്ഷിക്കുന്നുണ്ട്.